ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. സോ ജനറലി നമ്മൾ ഇപ്പം ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പം കാണാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ മിക്കവാറും ഫൈബർ ത്രൂ ആണ് ഇന്റർനെറ്റ് കണക്ഷൻ വരുന്നതും ടെലിഫോൺ കണക്ഷൻ വരുന്നതും കേബിൾ കണക്ഷൻ വരുന്നതും എല്ലാം ഫൈബർ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കേബിൾ നമ്മൾ ഇപ്പം സ്ഥിരം കാണുന്നൊരു കാര്യമാണ്. അപ്പം ബേസിക്കലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇതിപ്പം ഈ ഒരു കേബിള് ബിൽഡ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 100% റിഫ്ലക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മുഴുവൻ മിററുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ലൈറ്റിന് ലോസ് ഉണ്ടാവാതെ കൃത്യമായിട്ട് ഒരറ്റത്തുനിന്ന് വിടുന്ന ലൈറ്റ് അപ്പുറത്തെ അറ്റത്തൂടെ ഇറങ്ങിപ്പോകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു ഇന്ത്യക്കാരനാണ് കണ്ടുപിടിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഈ സയൻസ് ഗ്രൂപ്പുകാർക്കറിയാം ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, ലൈറ്റിനെ വളയ്ക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്. ഈ ചുരുട്ടിയിട്ടിട്ട് നമുക്ക് ലൈറ്റിനെ ഈ സൈഡിൽ കൂടെ കയറ്റി ഇപ്പുറത്തൂടെ ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊരു ഇന്ത്യക്കാരനാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല സ്പീഡിൽ, അതായത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ലോങ് ഡിസ്റ്റൻസ് പറ്റും. അതേപോലെ തന്നെ ഇത് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇൻ്റർഫറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് 2 തരത്തിലുണ്ട് ഈ ഒരു കേബിള്. ഡിപ്പെൻസ് ആണ് അത് എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. അതിലൊന്ന് സിംഗിൾ മോഡ് ഫൈബർ എന്നും പറയും, രണ്ടാമത് മൾട്ടി മോഡ് ഫൈബർ എന്നും പറയും. സോ ബേസിക്കലി കേബിളിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ കേബിൾസ് ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്ത് ആ ഒരു അതിൻ്റെ സെറ്റപ്പിലുള്ള വ്യത്യാസമാണുള്ളത്. അപ്പം സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ലോങ് ഡിസ്റ്റൻസിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ മോഡ് യൂസ് ചെയ്യുന്നത്. മൾട്ടി മോഡ് ഫൈബർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഷോർട്ടർ ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.